കുറേ പൈസ ഉണ്ടാക്കാനും സമ്പാദിക്കാനൊക്കെ ആയിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ലേ? നല്ല പരിചയമുള്ള ഒരു കാര്യം പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ സ്മാർട്ട് ഫോൺ പോലുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസും ഇന്റർനെറ്റൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രത്യക്ഷത്തിൽ കുറേ ആപ്പുകളും വെബ്സൈറ്റും ഫീച്ചറൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയെങ്കിലും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പേപ്പറിലും പുസ്തകങ്ങളിലൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഡാറ്റകൾ, അറിവുകൾ, വിവരങ്ങളെല്ലാം ഒരു ഡിജിറ്റൽ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്ത് ഇന്റർനെറ്റ് വഴി പലതരത്തിലും നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ടെക്സ്റ്റ് ആയിട്ടും ഇമേജ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഗ്രാഫുകളായിട്ടും മനുഷ്യന്റെ പല ആവശ്യങ്ങളിലോട്ടും എന്റർടൈൻമെന്റ്, ആരോഗ്യം, ലൈഫ് സ്റ്റൈല്, മറ്റു എല്ലാ ആവശ്യങ്ങളിലേക്കും അത് ഫിക്സ് ചെയ്ത് നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി. പക്ഷെ ഇതിനകത്തൂടെ പൈസ ഉണ്ടാക്കിയത് ആരാണ്? യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് വിപ്ലവം വന്നതിന് ശേഷം ഇന്റർനെറ്റും ടെക്നോളജിയും സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്തൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകൾ കുറേ പൈസ ഉണ്ടാക്കി. വേറെ ചില ആളുകൾ അവർ ഹൈ ഇൻകം സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ജോലിയായിട്ടോ സെൽഫ് എംപ്ലോയ്മെന്റ് ഒക്കെ ആയിട്ട് പലതരത്തിലും പൈസ ഉണ്ടാക്കിയിട്ടുള്ള വേറെ ചില ആളുകൾ. മറ്റു ചില ആളുകൾ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും അതിന്റെ ബെനിഫിറ്റുകൾ മാത്രം ആസ്വദിച്ചിട്ട് ഇതിനകത്തൂടെ ചാറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് അതിനകത്തൂടെ എന്റർടൈൻമെന്റ് മാത്രം ആസ്വദിക്കുന്ന വേറെ ചില ആളുകൾ. പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഇതിനകത്തൂടെ ആരായിരിക്കണം? ഇതുവരെ കഴിഞ്ഞിരുന്ന ഒരു ഇൻഫർമേഷൻ ഏജിൽ ടെക്നോളജി വന്നപ്പോൾ ഉണ്ടായിരുന്ന വലിയ ചില മാറ്റങ്ങളിൽ പൈസ ഉണ്ടാക്കി പോയ കുറേ ആളുകളുണ്ടെങ്കിലും ഇൻഫർമേഷൻ ഏജ് ഏകദേശം കഴിഞ്ഞു. ഇനി വരുന്നത് കൊഗ്നിറ്റീവ് ഏജ് ആണ്. ഇനി പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രം പ്ലാൻ ചെയ്യുക. സമയമില്ലാത്തതുകൊണ്ടാണ്, ബാക്കി അടുത്ത വീഡിയോ പറയാം.